അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിചരിത്രം പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ബദർ മുതൽ ഉഹുദ് വരെ എന്നുള്ള 13-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ മൊഡ്യൂളിലാണ് നമ്മൾ. കഴിഞ്ഞ അധ്യായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിങ്ങളും അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ തടയുന്നതിനു വേണ്ടി പുറപ്പെട്ടതിനെക്കുറിച്ചും എന്നാൽ അവർ രക്ഷപ്പെട്ടു പോവുകയും അവരെ രക്ഷിക്കാൻ വേണ്ടി വന്ന മക്കക്കാരുമായി മുസ്ലിങ്ങൾ ഏറ്റുമുട്ടേണ്ടി വരികയും ചെയ്തതിനെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. ഇതായിരുന്നു ബദർ യുദ്ധം. ഹിജ്റ 2 റമളാൻ മാസത്തിലാണ് ബദർ യുദ്ധം നടന്നത്. അടുത്തത് ഹിജ്റ 3 ഷവ്വാൽ മാസത്തിലാണ് ഉഹുദ് യുദ്ധം. ഈ 2 യുദ്ധങ്ങൾക്കിടയിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു അധ്യായമാണിത്. ബദറിലേറ്റ പരാജയത്തിന് മുസ്ലിങ്ങളോട് പ്രതികാരം ചെയ്യാനുള്ള അവസരവും കാത്തിരിക്കുകയാണ് മക്കക്കാർ. ബദറിൽ മുസ്ലിങ്ങൾ വിജയിച്ചതോടുകൂടി മദീനയിലെ ബഹുദൈവ വിശ്വാസികൾക്കും കപടവിശ്വാസികൾക്കും ജൂതന്മാർക്കും മുസ്ലിങ്ങളുടെ വർദ്ധിച്ച ശക്തിയെക്കുറിച്ചുള്ള ബോധ്യം വന്നിരിക്കുകയാണ്. എന്നാൽ അവർ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഗൂഢതന്ത്രങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മുസ്ലിങ്ങൾക്കെതിരിൽ കവിതകൾ ആലപിക്കുക, ജനങ്ങളെ ഇളക്കിവിടുക തുടങ്ങിയ തന്ത്രങ്ങളാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ജൂതന്മാരുമായിട്ടുള്ള ബന്ധം സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സംഭവം നടക്കുകയുണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പ്രധാനപ്പെട്ട 3 ജൂതഗോത്രങ്ങളാണ് മദീനയിലുണ്ടായിരുന്നത്. ബനു കൈനുക, ബനു നദീർ, ബനു ഖുറൈള. ഈ ജൂതഗോത്രങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ ബനു കൈനുക മുസ്ലിങ്ങൾ താമസിക്കുന്നതിനടുത്തായിട്ടാണ് താമസിച്ചിരുന്നത്. പലിശയ്ക്ക് പണം കൊടുക്കുക, സ്വർണ്ണാഭരണങ്ങൾ പണിഞ്ഞു വിൽക്കുക തുടങ്ങിയ ജോലികളാണ് ഇവർ ചെയ്തിരുന്നത്. ഒരിക്കൽ ഒരു സ്വഹാബി വനിത ഇവരുടെ കടയിൽ ആഭരണം പണിയിക്കാൻ വരികയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ അവരുടെ മുഖം മൂടി മാറ്റാൻ ആവശ്യപ്പെട്ടു. സ്വഹാബി വനിത അത് നിരസിച്ചു. അതിനെ തുടർന്ന് ജൂതന്മാരിൽ ഒരാൾ അവരറിയാതെ അവരുടെ വസ്ത്രത്തിന്റെ തുമ്പ് ഒരു കൊളുത്തിൽ കെട്ടിയിടുകയും അവർ എഴുന്നേറ്റപ്പോൾ വസ്ത്രം പൊങ്ങിപ്പോവുകയും ചെയ്തു. ഇത് കണ്ട് ജൂതന്മാർ പരിഹസിക്കുകയും ആർത്തു ചിരിക്കുകയും ചെയ്യുകയാണ്. ആ സ്വഹാബി വനിത നിലവിളിക്കുകയാണ്. അതിനെ തുടർന്ന് അവിടെ ഓടിയെത്തിയ ഒരു സ്വഹാബി ആ സംഘർഷത്തെ തുടർന്ന് ആ ജൂതനെ വധിച്ചു കളഞ്ഞു. ജൂതന്മാർ എല്ലാവരും ചേർന്ന് ആ സ്വഹാബിയെയും വധിക്കുകയാണ്. അങ്ങനെ സ്വഹാബിയുടെ ബന്ധുക്കൾ മറ്റു മുസ്ലിങ്ങളെ സഹായത്തിനായി വിളിക്കുകയാണ്. ഈ സംഭവം മുസ്ലിങ്ങളും ബനു കൈനുക ഗോത്രവും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കുകയാണ്. മുസ്ലിങ്ങളെ മർദ്ദിക്കുന്നത് നിർത്താനും ഉടമ്പടിയിലെ വ്യവസ്ഥകൾ പാലിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാരോട് ആഹ്വാനം ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയതിനു ശേഷം ജൂതന്മാരുമായിട്ടും കരാർ ഉണ്ടാക്കിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കരാറിനെ കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ ഖുറൈശികൾക്ക് സംഭവിച്ചത് തന്നെ നിങ്ങൾക്കും സംഭവിക്കും. എന്നാൽ ആ താക്കീദിനെ അവർ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അവർ പറയുകയാണ്, യുദ്ധത്തിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരു വിഭാഗവുമായി ഏറ്റുമുട്ടി വിജയിച്ചു എന്ന് കരുതി വഞ്ചിതനാകേണ്ട. ഞങ്ങളെങ്ങാനും യുദ്ധം ചെയ്താൽ താങ്കൾക്ക് മനസ്സിലാകും ഞങ്ങളാണ് ചുണക്കുട്ടികളെന്ന്. അവരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈനുക ഗോത്രത്തിനെതിരിൽ ഉപരോധം ഏർപ്പെടുത്താൻ തീരുമാനിക്കുകയാണ്. ഉപരോധം 15 ദിവസത്തോളം നീണ്ടുനിന്നു. ആ ഒരു സമയത്ത് ആരും പുറത്തു പോകുവാനോ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളോ മറ്റുമായിട്ട് ആരെങ്കിലും അകത്തോട്ട് വരാനോ അനുവദിക്കുമായിരുന്നില്ല. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും സാധനങ്ങളും ഒക്കെ തീരാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി കൂടുതൽ നാളുകൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്ന്. അങ്ങനെ അവർ കീഴടങ്ങാൻ തീരുമാനിക്കുകയാണ്. അന്ന് ഗോത്രങ്ങൾ മറ്റു ചില ഗോത്രങ്ങളുമായിട്ടോ അല്ലെങ്കിൽ വംശങ്ങളുമായിട്ടോ ഒക്കെ കരാറിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. ഈ ബനു കൈനുക ഗോത്രം അത്തരമൊരു കരാറിൽ ഏർപ്പെട്ടിരുന്നത് അബ്ദുല്ലാഹിബിന് ഉബൈബിന് സലൂലിന്റെ ഗോത്രവുമായിട്ടായിരുന്നു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് മദീനയുടെ നേതാവാകാൻ വേണ്ടി കാത്തിരുന്ന വ്യക്തിയായിരുന്നു. മുനാഫിക്കുകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണിത്. ഇയാൾ വിഷയത്തിൽ ഇടപെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബനു കൈനുക ഗോത്രക്കാരെ വെറുതെ വിടണം എന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ചർച്ചകൾക്കൊടുവിൽ അവരെ നാടുകടത്താൻ തീരുമാനിക്കുകയാണ്. അതിനെ തുടർന്ന് അവർ വാദിൽ ഖുറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയും അവിടെ കുറച്ചുനാൾ താമസിക്കുകയും ചെയ്തു. തുടർന്ന് അവിടെ നിന്നും ഷാമിന്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് താമസം മാറുകയും ചെയ്തു. ബനു കൈനുകന്റെ നാടുകടത്തലിന് ശേഷം കുറച്ചുനാൾ മദീനയിൽ സമാധാനമായ ഒരു അന്തരീക്ഷമായിരുന്നു. 1 മാസക്കാലത്തോളം ആ സമാധാനം നിലനിന്നു. ഇതിനിടയിൽ മക്കയിൽ നിന്നും 200 പേരടങ്ങുന്ന ഒരു സംഘവുമായി അബൂ സുഫിയാൻ മദീനയ്ക്ക് സമീപം എത്തുകയാണ്. എങ്ങനെയും മദീനയ്ക്കെതിരിൽ മുസ്ലിങ്ങൾക്കെതിരിൽ പ്രതികാരം ചെയ്യണം, അതാണ് ലക്ഷ്യം. എങ്കിൽ മാത്രമേ ഖുറൈശികളുടെ യുദ്ധശേഷിയും ആത്മാഭിമാനവും ഒന്നും നശിച്ചു പോയിട്ടില്ലെന്ന് മറ്റുള്ള അറബി ഗോത്രങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുകയുള്ളൂ.
അങ്ങനെ അബൂ സുഫിയാൻ ബനു നദീർ ഗോത്രത്തിനടുത്തെത്തുകയും അവരോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യുകയാണ്. എങ്ങനെയാണ്, എവിടെയാണ് മുസ്ലിങ്ങൾ താമസിക്കുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ അവിടെ നിന്നും ശേഖരിക്കുകയാണ്. അതിനുശേഷം മദീനയുടെ സമീപത്ത് ഉറൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുകയാണ്. അവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു അൻസ്വാരിയെയും അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകൃഷിക്കാരനെയും അവർ കാണുകയും അവരെ വധിച്ചു കളയുകയും ചെയ്യുകയാണ്. എന്നിട്ട് അവരുടെ വീടുകളും ഈന്തപ്പന തോട്ടങ്ങളുമൊക്കെ തീയിടുകയാണ്. അതിനെ തുടർന്ന് മുസ്ലിങ്ങൾ പിന്തുടരുമോ എന്നുള്ള ഭയത്താൽ അവിടെ നിന്നും ധൃതി പിടിച്ച് ഓടിപ്പോവുകയാണ്. വിവരമറിഞ്ഞെത്തിയ മുസ്ലിങ്ങൾ അബൂ സുഫിയാനെയും സംഘത്തെയും കുറച്ചു ദൂരം പിന്തുടരുകയും ചെയ്തു. ഈ ഒരു ഓട്ടത്തിനിടയിൽ അവർ ഭക്ഷണത്തിനായി കരുതിയിരുന്ന സവീക്ക്, ഒരുതരം ധാന്യത്തിന്റെ മാവാണ്, അതവർ എറിഞ്ഞു കളയുന്നുണ്ടായിരുന്നു. ഒട്ടകത്തിന്റെ വേഗത കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്തുടർന്നു വന്ന മുസ്ലിങ്ങൾ ഈ ചാക്കുകൾ ശേഖരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു സംഭവത്തിനെ സവീക്ക് യുദ്ധം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അബൂ സുഫിയാൻ മദീനയിലേക്ക് വന്നത് ബദറിലേറ്റ നാണക്കേടിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഈ ഒരു കുതിച്ചോട്ടം മൂലം വിപരീത ഫലമാണ് ഉണ്ടായത്. ഈ വാർത്ത അറേബ്യൻ ഉപദ്വീപിലാകെ പരക്കുകയും ചെയ്തു. മദീനയിൽ നിന്നും അകലെ താമസിക്കുന്ന ഗോത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ബദറിൽ മുസ്ലിങ്ങൾ വിജയം വരിച്ചതോ അല്ലെങ്കിൽ ബനൂ കൈനുഖാനെ നാടുകടത്തിയതോ അതുമല്ലെങ്കിൽ അബൂ സുഫിയാനെയും സംഘത്തെയും ഓടിച്ചുവിട്ടതോ ഒന്നും വലിയൊരു വാർത്തയായിരുന്നില്ല. എന്നാൽ മദീനയ്ക്ക് സമീപം താമസിച്ചിരുന്ന ഗോത്രങ്ങൾക്ക് വേവലാതിയാണ്. കാരണം അവരുടെ കച്ചവട സംഘങ്ങൾ കടന്നുപോകുന്ന വഴികളിൽ മുസ്ലിങ്ങൾ അവരെ ഉപരോധിക്കുമോ എന്നുള്ള ഭയം അവർക്കുണ്ട്. ചില ഗോത്രങ്ങളുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ തന്നെ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിൽപ്പെടാത്ത ഗോത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും ആക്രമിക്കാനായി ഇറങ്ങിത്തിരിക്കുകയാണ്. ഗത്ഫാൻ, സുലൈം തുടങ്ങിയ ഗോത്രങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ഇവരുടെ സംഘങ്ങൾ ആക്രമണത്തിന് വേണ്ടി മദീന ലക്ഷ്യമാക്കി വരുന്നുണ്ട് എന്നുള്ള വാർത്ത അറിഞ്ഞതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും അവരെ പിടികൂടുന്നതിന് വേണ്ടി കർക്കറത്തുൽ ഖുദർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഒട്ടകത്തിന്റെ കാലടയാളങ്ങളല്ലാതെ മറ്റൊന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു ബാലനിൽ നിന്നും ശത്രുസംഘം അവിടെയുള്ള ജലാശയത്തിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കി. അതിനെ തുടർന്ന് അവരെ പിന്തുടരുകയും അവരുടെ ഒട്ടകങ്ങളെ പിടിച്ചെടുക്കുകയും ചെയ്തു. അത്തരത്തിൽ 500ഓളം ഒട്ടകങ്ങളെ ലഭിച്ചതായും അത് സൂറ അൻഫാലിലെ വിധിപ്രകാരം ആ ഗനീമത്ത് സ്വത്തുക്കൾ വിഹിതം വെച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ മറ്റു ചില ഗസ്വകളും നടക്കുന്നുണ്ട്. ഗസ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സൈനിക മുന്നേറ്റങ്ങൾക്ക് പറയുന്ന പേരാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കഅബ് ബിൻ അഷ്റഫിന്റെ വധമായിരുന്നു. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത മൊഡ്യൂളിൽ സംസാരിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.